പാലക്കാട് ജില്ലയിലെ തിയേറ്ററുകളെ പറ്റിയിട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചേട്ടാ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. യെസ്, പാലക്കാട് ജില്ലയിലെ ഒരു പുതിയ തിയേറ്റർ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ കേരളത്തിൽ തന്നെ ആണോടാ ഉവേ നടക്കുന്നത്? ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. കാര്യം അത്ര നല്ല ഒരു അപ്ഡേറ്റ് അല്ല എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. പൊതുവേ ഈ അജിത് സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കുറേ അധികം വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. തിയേറ്റർ കത്തിച്ചു, തിയേറ്ററിന്റെ സ്ക്രീൻ വലിച്ചു കീറി, തിയേറ്ററിന്റെ സീറ്റ് ചവിട്ടി പൊട്ടിച്ചു, അങ്ങനെ 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 കുറേ അധികം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ഒരു 1-2 വർഷം മുന്നേ ഞാൻ തോന്നുന്നു വിജയുടെയും അജിത്തിന്റെ സിനിമ ഒരേ ദിവസം റിലീസ് ചെയ്ത സമയത്ത് എന്തൊക്കെയോ അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. കാര്യം തമിഴ്നാട്ടിൽ ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കും അതൊരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇതിങ്ങനെ കേട്ട് കേട്ട് വർഷങ്ങളായിട്ട് കേട്ട് പഴകി തഴമ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അല്ലയോ മക്കളെ? ആണ്. അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ സിനിമ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് ചെന്നൈ വെട്രി തിയേറ്ററിലാണെന്ന് തോന്നുന്നു ഒരു കുട്ടിയുടെ ദേഹത്ത് ലൈറ്റ് വീണു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചുറ്റും നിന്ന ആൾക്കാർ പറയുന്നു ഇല്ല, ലൈറ്റൊന്നും വീണിട്ടില്ല. പക്ഷേ വേറെ കുറച്ച് പേര് പറയുന്നു ലൈറ്റ് വീണു, അപകടമുണ്ട്, പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഒരു സിനിമ റിലീസായ സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയ ഒരു സംഭവമാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് പറയാനായിട്ടുള്ളത്. പക്ഷേ ഭയങ്കരമായിട്ടും മ്ലേച്ഛകരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നത്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ കേരളത്തിൽ തന്നെ ആണോ നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ പാലക്കാട് ഒരു തിയേറ്ററിൽ റിലീസായി. തിയേറ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾ ഇന്റീരിയർ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീനിൻ്റെ ഇന്റീരിയർ കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ ഈ ഒരു സിനിമ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അജിത് ഫാൻസ് വളരെയധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അത് സംഭവിച്ചത്. സംഭവം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ വിജയ് ഫാൻസ് ഇതിനിടയ്ക്ക് കയറിയിട്ട് വിജയുടെ പാർട്ടിയുടെ TV-ക്ക് അപ്പോൾ അതിൻ്റെ ഫ്ലാഗൊക്കെ എടുത്തു ഉയർത്തി കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിജയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമ നടക്കുന്നതിനിടയിൽ ജയ് വിളിച്ചു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവന്മാർ ചെയ്തു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അജിത് ഫാൻസിന് സഹിക്കുമോ? അവന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് പഞ്ഞിക്കിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ തിയേറ്ററിനകത്ത് കണ്ടത്. വളരെയധികം അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചത്. ഇവന്മാർക്ക് എന്തിൻ്റെ കേടായിരുന്നു അല്ലേ? ഇപ്പോൾ അവരുടെ സ്റ്റാർ തല അജിത്തിന്റെ സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂരിഭാഗം എന്തായാലും ഒരു മിനിമം കോമൺ സെൻസ്, കോമൺ സെൻസ് എന്നുള്ള വാക്ക് നമുക്ക് അങ്ങനെ ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ എന്താ അജിത് ഫാൻസ് ആയിരിക്കും. അപ്പോൾ അതിന് ഇടയ്ക്ക് കയറിയിട്ട് ഒരു മൈനോറിറ്റി വിഭാഗം കയറി ഇതുപോലെ വിജയ്ക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ നോക്കിയിരിക്കുമോ? അട്ടി എവിടെ നിന്ന് വീണെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇവന്മാർ അങ്ങോട്ട് കയറി അങ്ങ് നിരങ്ങി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും നല്ല കുറേ വിജയ് ഫാൻസ് ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കും കൂടെ പേരുദോഷം കേൾപ്പിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള കുറേ അവന്മാർ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഫാൻസുകാരുണ്ട്. അത് വിജയ് എന്ന് മാത്രമല്ല, കുറേ നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുള്ള ഒരു പറ്റം കുറച്ച് ആൾക്കാരുണ്ട്. ഈ കോമൺ സെൻസ് എന്താണെന്ന് പോലും അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവന്മാർ ഇതുപോലത്തെ കുറേ പരിപാടി അങ്ങോട്ട് കാണിച്ചു വയ്ക്കും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി വൈറലാവും. അപ്പോൾ നമ്മളൊക്കെ ഈ വാർത്ത കാണുമ്പോഴത്തേക്ക് നമ്മളെന്ത് വിചാരിക്കും, വിജയ് ഫാൻസ് മുഴുവൻ ഇത് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അറിയാതെ അങ്ങ് പോകും. പതുക്കെ നമ്മൾ ഇവന്മാരെ എല്ലാവരെയും വെറുതെ കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരുടെ തലയ്ക്ക് മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ മുദ്ര കുത്തും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ, എന്തിൻ്റെ കേടായിരുന്നു? അതിപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്താ പറ്റിപ്പോയിരുന്നു അവന്മാർക്ക്? എന്തായാലും ഇത് ചെയ്തുകൊണ്ട് അവന്മാർക്ക് തല്ലും കിട്ടി. ആ വിജയ് ഫാൻസുകാരുടെ മുഴുവൻ ചീത്തപ്പേരും കേൾപ്പിച്ച്. എന്തായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. പിന്നെ ഈ പാലക്കാട് പുതിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തമിഴ് ആൾക്കാർ കൂടുതലായിട്ട് സിനിമ കാണുന്ന ഒരു ജില്ല കൂടിയാണ്. എന്തായാലും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ?